ഫെഫ്ക നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് താങ്കൾക്കെതിരെ കടുത്ത വിമർശനവുമായാണല്ലോ സംവിധായകൻ ആഷിഖ് അബു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് അദ്ദേഹം 2018 നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം ഫെഫ്കയ്ക്കെതിരെ ഉയർത്തിയ അതേ വിമർശനമാണ് അദ്ദേഹം ഇപ്പോൾ ഉയർത്തുന്നത്. നിലപാട് പറയുന്നില്ല, മൗനം വീക്ഷിക്കുന്നുവെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലേക്കൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദിലീപ് അറസ്റ്റ് ചെയ്ത ദിവസം 1.5 മണിക്കൂറിന് ശേഷം ദിലീപിനെ സസ്പെൻഡ് ചെയ്ത സംഘടനയാണ് ഫെഫ്ക. ഫെഫ്കയുടെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ കാർഡ് ഹോൾഡറാണ് ദിലീപ്. ദിലീപിനെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നടപടി. പിറ്റേ ദിവസമാണ് ആർട്ടിസ്റ്റ് അസോസിയേഷനൊക്കെ അക്കാര്യത്തിനകത്ത് നിലപാടെടുക്കുന്നത്. അപ്പോൾ അതുപോരാ. അപ്പോൾ അദ്ദേഹം എന്താണ് മനസ്സിൽ കാണുന്നത് നമുക്കറിയില്ല. അപ്പോൾ അദ്ദേഹം നമ്മളുടെ ഡയറക്ടേഴ്സ് യൂണിയൻ്റെ അംഗമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഡയറക്ടേഴ്സ് യൂണിയനിലേക്ക് ബന്ധപ്പെടാം, അദ്ദേഹത്തിൻ്റെ നിലപാട് അവിടെ പറയാം, അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായിട്ട് സംസാരിക്കാം, ഞാനുമായിട്ട് സംസാരിക്കുക. വളരെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ ഈ വിഷയത്തിലും അദ്ദേഹത്തിന് എന്നെ വിളിക്കാം, എന്നോട് സംസാരിക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ വ്യക്തത കിട്ടും. ഇല്ല, എന്നെ വിളിച്ചിട്ടില്ല, അദ്ദേഹം വിളിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ആ കാര്യത്തിനകത്ത് വല്ലാതെ ഇംപേഷ്യൻ്റ് ആയിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് നയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ പറയട്ടെ, അദ്ദേഹം 8 വർഷമായിട്ട് നമ്മുടെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ഒന്നും അടച്ചിരുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അത് ഫൈനോടുകൂടി അടച്ചത്. അത് ഈ അദ്ദേഹത്തിൻ്റെ അംഗത്വം പുതുക്കുന്നതിനെ സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാനിരിക്കെയാണ് ഈ രാജി വാർത്ത കിട്ടിയത്. ഇന്ന് 5 മണിവരെ കത്തും കിട്ടിയിട്ടില്ല കേട്ടോ, ഫെഫ്കയിൽ രാജിക്കത്തും കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്താണെന്ന് ലേബി സജീന്ദ്രൻ ഇത് വിശദീകരിക്കും. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് മാനാഞ്ചിറ അല്ലേ, ഇതാണ് മാനാഞ്ചിറ കുളം അല്ലേ. ആ മാനാഞ്ചിറ മൈതാനത്തിന് ചേർന്ന് നമ്മളൊരു ഡബിൾ ഡെക്കർ വാഹനത്തിലാണ് കോഴിക്കോട് നഗരം കാണാനിറങ്ങിയത് അല്ലേ. കൊള്ളാം അല്ലേ? അടിപൊളി, പൊളിയല്ലേ? അടിപൊളി. ഇവിടെ ഒരു പാട്ട് പാടാൻ തോന്നില്ലേ? ഇപ്പൊ തല കൊണ്ട് പോയേനെ. അപ്പോൾ കോഴിക്കോടിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കിട്ടുന്നു. നമുക്ക് ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലേബി സജീന്ദ്രൻ, എന്താണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് നമ്മളൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. ഡോക്ടർ അരുൺ, വളരെ വിശദമായി തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഈ ആഷിഖ് അബുവിൻ്റെ, അതാണല്ലോ ഇപ്പോൾ അദ്ദേഹവുമായി വ്യക്തിപരമായി അദ്ദേഹത്തിന് നേരെ ഉയർന്നൊരു ആരോപണം. ഫെഫ്കയ്ക്കെതിരെയും ഫെഫ്ക ജനറൽ സെക്രട്ടറിക്കെതിരെയും ആഷിഖ് അബു ആരോപണം ഉന്നയിച്ചിരുന്നു. അതേ തുടർന്നാണ് അദ്ദേഹം രാജിയും സമർപ്പിച്ചത്. എന്നാൽ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് ആഷിഖ് അബുവിൻ്റെ അക്ഷമയാണ് രാജിയിലേക്ക് നയിച്ചത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതുവരെ താനുമായി ഈ വിഷയം സംസാരിക്കുകയോ ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. അത് ചെയ്യാതെയാണ് ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞ 8 വർഷമായി ഫെഫ്കയുമായി സഹകരിക്കാതെ നിൽക്കുന്ന ആളാണ്. ഫെഫ്കയിൽ വരിസംഖ്യ അടച്ചിട്ടില്ല, അടുത്തിടെ മാത്രമാണ് അത് അടച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. സമാനമായ രീതിയിലാണ് ദിലീപിന്റെ കേസ് വന്ന സമയത്തും, നടിയെ ആക്രമിച്ച കേസ് വന്ന സമയത്തും ആഷിഖ് അബു നിലപാടുമായി രംഗത്ത് വന്നത്. അന്ന് ഫെഫ്ക ഏറ്റവും പെട്ടെന്ന് ദിലീപിനെതിരെ നടപടിയെടുത്തെങ്കിൽ പോലും പുറത്തു വന്ന് മറ്റൊരു രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്താനാണ് ആഷിഖ് അബു അന്ന് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനത്തെ ആ നിലയ്ക്ക് മാത്രമേ കാണുന്നുള്ളൂ. മറ്റൊരു വിഷയം കൂടി അദ്ദേഹം പ്രധാനമായും പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ മുതിർന്ന നടി രാധിക ശരത് ഉന്നയിച്ച ആരോപണമാണ്. ക്യാരവനിൽ ഒളിക്യാമറ വെച്ചു എന്നുള്ള വളരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ രാധിക നടത്തിയിരുന്നു. അത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഫെഫ്ക കാണുകയാണ്. അതേ തുടർന്ന് ക്യാരവൻ അസോസിയേഷന്റെ യോഗം വിളിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രാധികയുമായി സംസാരിച്ചു കഴിഞ്ഞു. ഏറ്റവും ഗൗരവത്തോടുകൂടി തന്നെ ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. മറ്റൊരു കാര്യം, ഈ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. കുറ്റകരമായ മൗനം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഫെഫ്ക അവലംബിച്ചിട്ടില്ല. അത് നമ്മൾ ചോദിക്കുക തന്നെ ചെയ്തു. ഇത്രയും ഫെഫ്ക ഒരു കുറ്റകരമായ മൗനം ദീക്ഷിക്കുകയല്ലേ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഒരു പൊതുബോധ ചലച്ചിത്ര പ്രവർത്തക അല്പസമയം മുമ്പ് നമ്മളോട് ലൈവായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം നമുക്ക് വേണ്ടതാണ് ഈ വിഷയത്തിൽ. ഭാഗ്യലക്ഷ്മിക്ക് ബി ഉണ്ണികൃഷ്ണന് സിബി മലയിലെതിരെ ഗുരുതരമായ ആരോപണമാണ് ഫെഫ്കയുമായി ബന്ധപ്പെട്ട് ആ ചലച്ചിത്ര പ്രവർത്തക ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണങ്ങളിലൊന്ന്
നിലവിൽ പരാതി നേരത്തെ നൽകിയിട്ടുണ്ടെങ്കിലും ആ പരാതി ഫെഫ്ക വേണ്ട വിധം കൈകാര്യം ചെയ്തില്ല എന്ന് മാത്രമല്ല, പരാതി പറയുന്നവരെ തൊഴിലിടങ്ങളിൽ നിന്ന് വിലക്കുന്നു എന്നുകൂടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനോടുകൂടിയുള്ള പ്രതികരണം നമുക്കിനി ആരായാവുന്നതാണ്. പക്ഷേ അതിന് മുൻപാണ് ബി ഉണ്ണികൃഷ്ണൻ്റെ പ്രതികരണം നമ്മൾ എടുത്തത്. അപ്പോൾ ആഷിഖ് അബുവിൻ്റെ കാര്യത്തിൽ ഇനിയൊരു പുനരാലോചന ഇല്ല എന്നാണ് തന്നെയല്ലേ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്? ലേബി, തീർച്ചയായും ഡോക്ടർ അരുൺ, ആ രീതിയിൽ ആഷിഖുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ചർച്ചയ്ക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയുള്ള വളരെ കടുത്ത പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ പരാതി വരുന്നതിന് മുൻപാണ് അഭിമുഖം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയം അഡ്രസ്സ് ചെയ്തിട്ടില്ല. എങ്കിലും അതിന് സമാനമായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമായും സിനിമാ മേഖലയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണുകയാണ്. അതിന് പ്രധാന കാരണം ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ എത്തിക്കുന്നത് നേരിട്ടല്ല സെറ്റിലേക്ക്. അതിന് കോർഡിനേറ്റേഴ്സ് വേറെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോർഡിനേറ്റേഴ്സിനാണ് കൃത്യമായ മാനദണ്ഡം. ആ കോർഡിനേറ്റേഴ്സിനെ വെക്കുന്ന കാര്യത്തിലാണ് വേണ്ടത്. സർക്കാർ ലൈസൻസ് ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്നത് ഇത്തരം കോർഡിനേറ്റേഴ്സാണ്. അവരെ നിലയ്ക്ക് നിർത്തുന്ന രീതിയിലുള്ള കൃത്യമായ നടപടിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇവർക്ക് വേതനം കൃത്യമായി കിട്ടുന്നില്ല, വിവേചനം നേരിടുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽ വന്നതിനെ തുടർന്ന് കാര്യമായ ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. കൃത്യമായ ഇടപെടലുമായി മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് ഫെഫ്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടിയും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ചോദിക്കാം. ലേബി സജീന്ദ്രനാണ് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഫെഫ്കയുടെ ഔദ്യോഗിക പ്രതികരണമാണ് ഇപ്പോൾ ആഷിഖ് അബുവിന്റെ വിഷയത്തിലും ഫെഫ്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിലും വന്നിരിക്കുന്നത്. പക്ഷേ ഫെഫ്കെതിരെയുള്ള ആരോപണം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇന്നും ഫെഫ്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഒരു ചലച്ചിത്ര പ്രവർത്തക ഉയർത്തിയിരിക്കുന്നത്. ആ വിഷയം ഇനി ഫെഫ്ക എന്താണ് നടപടി എടുക്കുക, എന്താണ് തീരുമാനം എന്നുള്ളത് ഫെഫ്ക നമ്മളെ അറിയിക്കും എന്ന് നമ്മൾ കരുതുന്നു. ഭാഗ്യലക്ഷ്മിക്കെതിരെയും ആ ചലച്ചിത്ര പ്രവർത്തക ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവരെ മലർന്നു കിടന്നു തുപ്പുന്നു എന്ന പദപ്രയോഗമാണ് ഭാഗ്യലക്ഷ്മി ഫെഫ്കയുടെ മീറ്റിംഗിൽ നടത്തിയത് എന്നാണ് ചലച്ചിത്ര പ്രവർത്തക നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദുരനുഭവം ഉണ്ടാവുന്നത് തുറന്നു പറയുമ്പോൾ തൊഴിലിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു, അതിന് ഫെഫ്ക കൂട്ടുനിൽക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ബി ഉണ്ണികൃഷ്ണനെതിരെയും ചലച്ചിത്ര പ്രവർത്തക ഉയർത്തിയിരിക്കുന്നത്.